നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ട്രംപിൻ്റെ വരവോടുകൂടി തന്നെ ലോക രാജ്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്തോ വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നു സാമ്പത്തികമായിട്ട്. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് UAE അതുപോലെ തന്നെ റഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അമിതമായ തോതിൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത് തന്നെ. അങ്ങനെ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ ലഭ്യത കൂടുകയും വില കുറയുകയും ചെയ്തിരിക്കുന്ന ഈ വേളയിൽ, അതായത് ക്രൂഡ് ഓയിലിന് ഏകദേശം $63 പെർ ബാരൽ എന്ന വിലയിലേക്ക് വരുന്ന ഈ വേളയിൽ ഇന്ത്യ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടിയിരിക്കുന്നത്. അതായത് ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്ന ഈ വേളയിൽ, അതായത് അതിൻ്റെ ലഭ്യത കൂടുന്ന ഈ വേളയിൽ ഇന്ത്യൻ സർക്കാർ സാധാരണ ജനങ്ങൾക്ക് മേൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വളരെ വലിയ ഒരു വിലയാണ് ഇപ്പോൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അതായത് 2% എക്സൈസ് ഡ്യൂട്ടി എന്നുള്ള നിലയിലും അതുപോലെ തന്നെ ഗാർഹിക പാചകവാതകത്തിന് മേളിലും ഏകദേശം 50 രൂപയോളം കൂട്ടിയിട്ടുണ്ട്. അതായത് ട്രിവാൻഡ്രത്തെ ഇപ്പോഴത്തെ വില അനുസരിച്ച് ഏകദേശം 812 എന്നുള്ള നിലയിൽ നിന്നും 862 എന്നുള്ള നിലയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് സാധാരണക്കാരുടെ ജനങ്ങളെ എല്ലാം തന്നെ ജീവിത സൂചികയെ തന്നെ നല്ല രീതിയിൽ ബാധിക്കും. കാര്യമെന്ന് പറയുന്നത്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ, ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില കൂടുമ്പോൾ സാധാരണ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയാണ് കൂടുന്നത്. കാര്യം, കൂടുതൽ ചരക്കുകൾ നീങ്ങുന്നതും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും സഹായത്തോടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ്. അപ്പോൾ അങ്ങനെ ഈ പെട്രോളിനും ഡീസലിനും വില കൂടുമ്പോഴത്തേക്ക് സാധനങ്ങളുടെ വിലയും, നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും അതുപോലെ കൂടുന്നു. അതായത് പലവ്യഞ്ജനം, പച്ചക്കറികൾ, മുട്ട, പാല് ഇങ്ങനെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില തന്നെ നല്ല രീതിയിൽ കൂടും. അപ്പോൾ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരത്തിനെ അത് നല്ലതുപോലെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള വേളയിൽ എന്തിനാണ് ഈ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എല്ലാം കണക്ക് തന്നെയാണ് ഇങ്ങനെ ഈ സാധാരണ ജനങ്ങളെ വലയ്ക്കുന്ന രീതിയിൽ ഇങ്ങനെ അമിതമായിട്ടുള്ള നികുതി അടിച്ചേൽപ്പിച്ച് പെട്രോളിയത്തിൻ്റെയും ഡീസലിൻ്റെയും എല്ലാം വില കൂട്ടുന്നത്. അതായത് ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുമ്പോൾ അത് ഇന്ത്യയിലും കുറയേണ്ടതാണ്, അല്ലെങ്കിൽ ആഗോളതലത്തിൽ വില കൂടുമ്പോൾ ഇന്ത്യയിലും കൂടേണ്ടതാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. ആഗോളതലത്തിൽ ഈ വില കുറയുന്ന വേളയിലും ഇന്ത്യയിൽ അമിതമായിട്ടുള്ള വിലയാണ് അടിച്ചേൽപ്പിക്കുന്നത്. ഏകദേശം ഒരു ബാരൽ എന്ന് പറയുന്നത് 159.8 ലിറ്ററോളം വരികയാണ്. അങ്ങനെ 159.8 ലിറ്റർ ആയിട്ടുള്ള ഒരു ബാരലിനാണ് ഇപ്പം $63 ആയിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ സമയത്താണ് ഈ വില കൂട്ടിയിരിക്കുന്നത് തന്നെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില എല്ലാം തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നല്ലൊരു പോർഷൻ, അതായത് മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും ജനങ്ങളും ഇപ്പോഴും സത്യം പറഞ്ഞാൽ 10,000 മാസ വരുമാനം 10,000 മുതൽ ഏകദേശം 18,000 വരെയൊക്കെയാണ് മേടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ അങ്ങനെയുള്ള ആൾക്കാർ തന്നെ ഈ വരുമാനം കിട്ടുമ്പോൾ തന്നെ ഇതിൽ കൂടുതൽ ആൾക്കാർക്കും വീടില്ലാത്തവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വീട്ടിൻ്റെ വാടക കൊടുക്കണം, കറണ്ട് ബില്ല് കൊടുക്കണം, വെള്ളക്കരം കൊടുക്കണം, വെള്ളത്തിൻ്റെ ചാർജ് കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാറ്റി വയ്ക്കേണ്ടതാണ് ഈ നിത്യോപയോഗ സാധനങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ്. അപ്പോൾ ഈ പെട്രോളിനും ഡീസലിനും നമ്മുടെ വാഹനങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബസ്സുകളെ ആശ്രയിക്കുന്നു, അതുപോലെ തന്നെ സ്വന്തം ബൈക്കിൽ, കാറിലെല്ലാം സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുമ്പോഴേക്ക് അവരടിക്കേണ്ട പെട്രോളിന് വില കൂടുന്നു എന്നുള്ളതിന് ഉപരിയായിട്ട് അവർ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കൂടുന്നു എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. ഇങ്ങനെ ഉള്ള ഈ സാഹചര്യത്തിൽ എന്തിനാണ് ഈ സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനെ സാധാരണ ജനങ്ങളെ ദ്രോഹിക്കുന്നതെന്ന് അറിയില്ല. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യം കണക്ക് തന്നെയാണ്. മറ്റ് സ്റ്റേറ്റുകളുടെ വില വ്യത്യാസവും നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന വില വ്യത്യാസവും എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും നല്ല രീതിയിൽ എമൗണ്ട് ചാർത്തുന്നു എന്നുള്ളത് ഒരു സത്യമായ കാര്യം തന്നെയാണ്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വല്ലതും അറിയാമോ? അറിയാൻ വഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ,
അവർ സർക്കാരിൻ്റെ ചിലവിൽ നമ്മുടെ സാധാരണ ജനങ്ങൾ, അല്ലാതെ എല്ലാ ജനങ്ങളിൽ നിന്നും പിരിച്ചു കിട്ടുന്ന നികുതിയുടെ പണം കൊണ്ടാണ് ഈ സർക്കാരുകളെല്ലാം തന്നെ അവർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ വരുമാനത്തിലൂടെ തന്നെ അവരനുഭവിക്കുന്ന ലക്ഷറി കാരണം അവർക്കിതെന്താണ് സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തം എന്താണെന്ന്, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണെന്ന് അവർക്കറിയില്ല. അങ്ങനെ അറിയണമെങ്കിൽ അവർ സാധാരണ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി അവരുടെ ജീവിത രീതിയോട് ഒപ്പം പോയാൽ മാത്രമേ അവർക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ സാധാരണ ജനങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നതെന്ന്. അപ്പോൾ ഈ സർക്കാർ അങ്ങനെ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ. കാര്യം ഇത്രയും ഈ സാധാരണ പാചകവാതകത്തിൻ്റെ വിലയെല്ലാം, അതായത് പണ്ട് സബ്സിഡി കിട്ടിക്കൊണ്ടിരുന്നതെല്ലാം ഇപ്പം സബ്സിഡി കിട്ടുന്നില്ല. അതുപോലെ തന്നെയാണ് 500 രൂപയ്ക്ക് ഉജ്ജ്വൽ പദ്ധതി എന്ന് പറഞ്ഞിട്ട് സാധാരണ ജനങ്ങൾ, സ്ത്രീകൾക്കെല്ലാം ഈ പറയുന്ന പോലെ പാചകവാതക സിലിണ്ടർ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ 500 രൂപയ്ക്കും ഇപ്പം കിട്ടാതായി, അതും വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പം സാധാരണ ഈ പറയുന്ന പോലെ സബ്സിഡി കുറച്ചുകൊണ്ട് അവർക്കും ഈ പറയുന്ന പോലെ നല്ലൊരു എമൗണ്ട് വച്ചു കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തോ പറയാനായിട്ട്. അപ്പോൾ അവരും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബുദ്ധിമുട്ടിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പാചകവാതകത്തിൻ്റെ വില ഇങ്ങനെ ഇരട്ടിക്കുന്ന പോലെ, അതായത് ഏകദേശം 2023 മാർച്ചൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം 1000 രൂപയോളം എത്തിയിരുന്നു ഇതിൻ്റെ പാചകവാതകത്തിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ സമയമാകുമ്പോൾ ആ വില വീണ്ടും കുറഞ്ഞ് 800, 812 എത്തും. അപ്പം സാധാരണ ജനങ്ങളെ മണ്ടരാക്കുന്ന രീതിയിൽ ഈ വില കുറച്ചു കൊണ്ട് വന്നിട്ട്, ഇലക്ഷൻ സമയമാകുമ്പോൾ വില കുറച്ചു കൊണ്ട് വന്നിട്ട് വീണ്ടും ഇലക്ഷന് ജയിച്ച് വരുമ്പോഴേക്ക് വീണ്ടും ഇതിൻ്റെ വില കൂട്ടി വെച്ച് ആൾക്കാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. സാധാരണ ഒരു 400 രൂപയിലെല്ലാം ഉണ്ടായിരുന്ന ഈ സബ്സിഡിയോട് കൂടി കിട്ടിയിരുന്ന ഈ പാചകവാതക ഗ്യാസ് എന്ന് പറയുന്നത് ഇപ്പം ഏകദേശം 812 രൂപ, അതായത് ഇപ്പം വീണ്ടും 50 രൂപ വർദ്ധിപ്പിച്ച് ഏകദേശം തിരുവനന്തപുരത്ത് സിലിണ്ടറിൻ്റെ ഏകദേശ വിലയാണ് 862 രൂപയായി. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉപഭോക്താക്കളെല്ലാം തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടിലാണ്. കാര്യം സബ്സിഡിയൊന്നും ഇപ്പം കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് UPA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അന്ന് ഉണ്ടായിരുന്ന ഏകദേശം 400 രൂപ വർദ്ധിച്ച് ഏകദേശം 800 ചില്ലുവാനും രൂപയിൽ എത്തി നിൽക്കുമ്പോൾ, അപ്പോൾ എന്താണ് പറയുന്ന ന്യായീകരണം എന്ന് ചോദിച്ചാൽ, അപ്പം പണത്തിൻ്റെ മൂല്യം കൂടിയില്ലേ എന്ന്. പണത്തിൻ്റെ മൂല്യം എവിടെ കൂടാനായിട്ട്? കാരണം സാധാരണ ജനങ്ങളുടെ പോക്കറ്റ് ഇപ്പോഴും കാലി തന്നെ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് സാധാരണ ജനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു വരുന്ന വിലക്കയറ്റം മൂലം അനുഭവിച്ചു വരുന്ന മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ. ഇതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഒരു വളരെ വലിയ വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാര്യം അപ്പം ചോദിക്കും, ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ മാത്രം ശമ്പളം കൂട്ടിയതുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാകുന്നില്ല. കാര്യം അപ്പം ചോദിക്കും, പണത്തിൻ്റെ മൂല്യം കൂടി, എല്ലാവരുടെ കയ്യിലും കാശെത്തിയെന്ന്. ഈ ഹൈ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ബിസിനസ് ടൈക്കൂൺസ്, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, അപ്പോൾ അവരുടെ കയ്യിലാണ് ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം എല്ലാം കൂട്ടുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ചില വിഭാഗം ആൾക്കാരുടെ എല്ലാം ശമ്പളം കൂട്ടുന്നുണ്ട്. അപ്പം ചോദിക്കും, എല്ലാവരും പഠിച്ച് എന്തുകൊണ്ട് ഗവൺമെൻറ് ജോലി നേടിയില്ല എന്ന്. അങ്ങനെ എല്ലാവരും ഗവൺമെൻറ് ജോലി നേടിക്കഴിഞ്ഞാൽ മറ്റുള്ള ജോലികൾ ആര് ചെയ്യും? അപ്പോൾ റാഷണലായിട്ടുള്ള ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ നല്ലൊരു എക്കണോമിക്കൽ നയം എല്ലാം കൊണ്ടുവരേണ്ടത് ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് അല്ലേ. റാഷണലായിട്ട് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എല്ലാവരിലും കാശെത്തണം, GDP പെർ ക്യാപിറ്റ എല്ലാം ഉയരണം, PPP എല്ലാം, പർച്ചേസിങ് പവർ പാരിറ്റി എല്ലാം ഉയരണം. അങ്ങനെ നമ്മൾ രാജ്യവും റിച്ചസ്റ്റ് കൺട്രീസിലെല്ലാം വരണം എന്നുള്ള ഈ ലാർജസ്റ്റ് എക്കോണമിയാണെന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല, പോഷകാഹാരക്കുറവ് മൂലം മരിക്കുന്ന ഒരുപാട് പേരുണ്ട്, അസമത്വങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈ ദാരിദ്ര്യം രേഖയ്ക്ക് താഴെ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ റേഷൻ കൊടുക്കുന്ന ഈ പച്ചരിയും അല്ലെങ്കിൽ ഈ ഗോതമ്പും കൊണ്ട് മാത്രം പോഷകാഹാരം എല്ലാം കിട്ടുന്നൊന്നുമില്ലല്ലോ. കാര്യം വികസിത രാജ്യങ്ങളിൽ ഈ പറയുന്ന പോലെ റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ്. അവർ സമീകൃത ആഹാരം അടങ്ങിയ സാധനമാണ് അവരെല്ലാവരും റേഷനായിട്ട് കൊടുക്കുന്നത്. പാല്, മുട്ട, ചീസ്, പയർ, കടല, അങ്ങനെ തുടങ്ങി ഇറച്ചി, മാംസം, മുട്ട, അങ്ങനെ എല്ലാ സാധനങ്ങളും വരുന്നു എന്നുള്ളതാണ്.
അതൊന്നും അല്ലല്ലോ ഇപ്പം കിട്ടുന്നത്. അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ ഇന്ത്യൻ ഗവൺമെൻറ് റേഷനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സമീകൃത അപ്പം പോഷകാഹാര മാൽന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾ ഒരുപാട് മരണപ്പെടുമെന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഗർഭിണികളുടെ മരണനിരക്ക് പക്ഷേ ഇപ്പോഴൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമല്ലേ നല്ലൊരു പുരോഗമനം ഉണ്ടാകുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഈ വേളയിൽ, അതായത് ഏഷ്യൻ കൺട്രീസിൽ ദരിദ്ര രാജ്യങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടുന്നു എന്നുള്ള ഈ വേളയിൽ, അല്ലെങ്കിൽ റിച്ചസ്റ്റ് കൺട്രീസിൻ്റെ ലിസ്റ്റിൽ ഏറ്റവും പുറകെ കിടക്കുന്നു എന്നുള്ള ഈ വേളയിൽ വീണ്ടും ഇങ്ങനെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെ ദ്രോഹിക്കുന്നത് എന്തിനാണ്? ഈ ഇലക്ഷൻ സമയം ആകുമ്പോൾ കൊണ്ടുവരുന്ന ഫ്രീബീസും അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം തന്നെ അത് എല്ലാവരിലും എത്തുന്നില്ല. അതുപോലെ തന്നെ അങ്ങനെ ഫ്രീബീസ് കൊണ്ടുവന്ന് ഇലക്ഷനിൽ വോട്ട് പിടിക്കുന്നത് ഏത് ഗവൺമെൻറ് ആയാലും അത് സുപ്രീം കോടതി പല പ്രാവശ്യം അതിനെതിരെ ശകാരിച്ചിട്ടുണ്ട്. കാര്യം ഉദാഹരണത്തിന് പണ്ട് ജയലളിതയൊക്കെ പോലുള്ളവർ TV, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ, സൈക്കിള്, ഇങ്ങനെയൊക്കെ പല ഓഫറുകൾ പല ഗവൺമെൻറ്റും ഇലക്ഷൻ സമയത്ത് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓഫറുകളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് വോട്ട് പിടിച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ വിലയെല്ലാം വർദ്ധിപ്പിക്കുമ്പോൾ അത് ഏത് ജനങ്ങൾക്കാണ് അത് ഉപയോഗപ്പെടുക എന്നുള്ളതാണ് കാര്യം. ഇപ്പം തന്നെ മോദി ഗവൺമെൻറ് രണ്ടാം തവണ വരുന്ന സമയത്ത് 2000 രൂപ വീതം ഏകദേശം 3 ഗഡുക്കളായിട്ട് 6000 രൂപ 2 ഹെക്ടറിന് താഴെയുള്ള കൃഷിക്കാർക്ക്, അതായത് ഏകദേശം 68% കൃഷിക്കാർ അങ്ങനെ വരുന്നു. അപ്പോൾ അവരുടെ വോട്ട് ലക്ഷ്യമാക്കിയാണ് അങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നത്. ഏകദേശം 2000 രൂപ വീതം ഒരു വർഷം 6000 രൂപ കൊടുക്കുന്ന ഒരു ഇത് കൊണ്ടുവന്നത്. അത് പണം കണ്ടെത്തി എങ്ങനെയെന്ന് വെച്ചാൽ റിസർവ് ബാങ്കിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് കിട്ടുന്ന റിസർവ് ഫണ്ടിലോട്ട് മാറ്റുന്ന ഒരു എമൗണ്ടിൽ നിന്നാണ് അതിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തിയത് തന്നെ. ഈ ഇടയ്ക്ക് IMF പറയുകയുണ്ടായി സെൻട്രൽ ഗവൺമെൻറ്, സെൻട്രൽ ബാങ്ക് പോലെയുള്ള ബാങ്കുകളിൽ സെൻട്രൽ ഗവൺമെൻറ് ഇടപെടാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഈ വേളയിലാണ് ഈ സെൻട്രൽ ഗവൺമെൻറ് റിസർവ് ബാങ്കിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് തന്നെ. അതൊരു വലിയ ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇലക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തുന്നതുമെല്ലാം. ഇങ്ങനെയുള്ള വേളയിലാണ് പണ്ടത്തെ നമ്മുടെ ഒരു കാലഘട്ടം ഓർത്തു പോകുന്നത്. അതായത് 1973 അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിങ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത്. അതായത് ആഗോളതലത്തിൽ ഒരു ഓയിൽ ക്രൈസിസ് ഉണ്ടായ സമയത്താണ് 1973 ഈ ഒരു നയം കൊണ്ടുവരുന്നത്. അതായത് അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിങ് മെക്കാനിസം. ഇത് കൊണ്ടുവന്ന് എന്തിനെന്ന് ചോദിച്ചാൽ ആഗോളതലത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടിയാലും അത് ഇന്ത്യൻ ഗവൺമെൻറ് അബ്സോർബ് ചെയ്തിട്ട് ഇത് ഇന്ത്യൻ വിപണിയിൽ ഇറക്കുമ്പോൾ സാധാരണ ജനങ്ങളെ ഒന്നും വലയ്ക്കാത്ത രീതിയിൽ പ്രൈസ് കൂട്ടാതെ തന്നെ കൊണ്ടുവരണം എന്നുള്ള ഒരു നയമായിരുന്നു ഇതിൽ കൂടി ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഈ നയം മൂലം തന്നെ നല്ലൊരു എമൗണ്ട് കടമെടുക്കേണ്ട ഒരു സ്ഥിതിയും സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ടായി. ഇതൊരു ബാധ്യതയായി ഫ്യൂച്ചറിൽ മാറുകയും ചെയ്തു. അങ്ങനെയാണ് 1998 ശേഷം ഏകദേശം വാജ്പേയി ഗവൺമെൻറ് ഒരു പുതിയൊരു സിസ്റ്റം കൊണ്ടുവരുന്നത്. ഈ അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിങ് മെക്കാനിസം എന്ന് പറയുന്ന ആ ഒരു ഇതെടുത്ത് കളഞ്ഞിട്ട് വില നിശ്ചയിക്കാൻ വേണ്ടി വിപണിക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത്. അതായത് വിപണിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വില നിശ്ചയിക്കാം എന്നുള്ളത്. അപ്പോൾ ഒരു സിസ്റ്റം കൂടി കൊണ്ടുവന്നു. ആഗോള വിപണിയിൽ പ്രൈസ് കൂടുമ്പോൾ ഇന്ത്യയിലുള്ളവർക്കും പ്രൈസ് കൂടും, ആഗോള വിപണിയിൽ പ്രൈസ് കുറയുമ്പോൾ ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്കും പ്രൈസ് കുറയും എന്നുള്ളതാണ്. പക്ഷേ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന് വിപരീതമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയും അതിൻ്റെ ലഭ്യത കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ വേളയിൽ ആണ് ഈ പറയുന്ന പ്രൈസ് ഏറ്റവും കൂടുതൽ കൂട്ടി ഇവിടെ കൊടുക്കുന്നത്. അതായത് ഡെവലപ്ഡ് അല്ലാത്ത കൺട്രിയിൽ പോലും സത്യം പറഞ്ഞാൽ പെട്രോളിൻ്റെ വില കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ സമയത്താണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ഗാർഹിക പാചകവാതത്തിൻ്റെയും വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അതായത് അന്ന് കൊണ്ടുവന്ന അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിങ് മെക്കാനിസം വഴി നല്ലൊരു എമൗണ്ട് സബ്സിഡൈസ് ചെയ്ത് എപ്പോഴും ഇന്ത്യൻ വിപണിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചു നിർത്തുക എന്നുള്ളൊരു നയമായിരുന്നു. പക്ഷേ അത് വലിയ ഒരു ബാധ്യതയ്ക്ക് കാരണമായത് കൊണ്ടാണ് പിന്നെ അത് മാറ്റിയിട്ട് വിപണിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നത്. പക്ഷേ അങ്ങനെ വിപണിക്ക് വിട്ടുകൊടുത്തപ്പോൾ എന്തുണ്ടായി? അപ്പോഴാണ് ഈ പറയുന്ന പോലെ വില കൂടാനും കുറയാനും ഒക്കെ തുടങ്ങിയത്. പക്ഷേ ആ ഒരു വ്യവസ്ഥ അപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം. ആഗോളതലത്തിൽ വില കൂടുമ്പോഴേക്ക് പ്രൈസ് കൂടും, ആഗോളതലത്തിൽ വില കുറയുമ്പോൾ പ്രൈസ് കുറയും എന്നുള്ള ഒരു സിസ്റ്റം വന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം 20%
കുറവ്, ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഡിക്ലൈൻ ചെയ്ത് കുറവായത്. $77 വില ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം കുറഞ്ഞ് നല്ലൊരു എമൗണ്ട്, അതായത് എക്സാക്ട്ലി അങ്ങനെ ഒരു ഫിഗർ ആണെന്ന് അറിയില്ല, കറക്റ്റ് അറിയില്ല, പക്ഷേ ഏകദേശം ഒരു 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 $63 ഇതിൽ എത്തി നിൽക്കുന്നത്. ഏകദേശം 20% വില കുറഞ്ഞ് അങ്ങനെ എത്തി നിൽക്കുവാണ്. അങ്ങനെയുള്ള ഈ സമയത്താണ് വീണ്ടും എന്താണ് പറയാനായിട്ട് വില ഇങ്ങനെ കൂട്ടി വയ്ക്കുന്നത്. കാര്യം അതിൻ്റെ ഒരു നികുതി ആണ് ഏറ്റവും കൂടുതൽ വയ്ക്കുന്നത്. കാര്യം രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും പുരോഗമനത്തിന് വേണ്ടിയും തീർച്ചയായിട്ടും കാശ് കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ അത് സാധാരണ ജനങ്ങളുടെ ജീവിത സൂചികയെ താളം തെറ്റിക്കുന്ന രീതിയിൽ ഒരിക്കലും കൊണ്ടുവരരുത് എന്നുള്ളതാണ്. അതുപോലെ പറയുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത്, ഇങ്ങനെ വിപണിക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഇതിങ്ങനെ വില കൂടിയതിന് കാരണം, അതായത് ഇന്ത്യൻ ഓയിൽ കമ്പനികളുടെ നഷ്ടം നികത്താൻ വേണ്ടി എന്നുള്ളതാണ്. അപ്പം മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, ഇന്ത്യൻ ഓയിൽ കമ്പനികളുടെ മേജർ ഷെയറും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റേതാണ് എന്നുള്ളതാണ്. ഏകദേശം 51% ഇന്ത്യൻ ഓയിൽ കമ്പനികളുടെ ഷെയറും ഏകദേശം സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിക്ഷിപ്തമാണ്. അതുപോലെ തന്നെയാണ് അപ്പോൾ പ്രൈസ് നിർണ്ണയിക്കാനുള്ള ചുമതലയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെയാണ്. അതായത് നാച്ചുറൽ ഗ്യാസ് ആൻഡ് പെട്രോളിയം റെഗുലേറ്ററി ബോർഡിൻ്റെ ഏകദേശം ഒരു 8ാം ചാപ്റ്ററിൽ 43ാം അനുച്ഛേദത്തിൽ പറയുന്ന അനുസരിച്ച് ഇപ്പോഴും വില നിർണ്ണയിക്കാനുള്ള ആ ഒരു അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഈ വേളയിലാണ് സെൻട്രൽ ഗവൺമെൻറ് ഈ ഓയിൽ കമ്പനികൾക്ക് നഷ്ടം നികത്താൻ എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആ വിപണി അങ്ങനെ വില കൂടുന്നത് കൊണ്ട് വിപണിക്ക് അങ്ങനെ വിട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ളത് പറയുന്നത്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെയാണ് അതിൻ്റെ പൂർണ്ണ അധികാരം ഉള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഈ വില വർധനവൊക്കെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിനെ താളം തെറ്റിക്കും എന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്.